ഹലോ, എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പം എല്ലാവരുടെയും വാലന്റൈൻസ് ഡേ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നമുക്ക് ഇന്ത്യൻ ആർമിക്കാർക്ക് വാലന്റൈൻസ് ഡേ ഇല്ല കേട്ടോ. കാരണം ഇന്ന് പുൽവാമ ഡേ കൂടിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. കണ്ണീരൊന്നും ആരും കാണുന്നില്ലല്ലോ അല്ലേ? എനിവേ, എന്തായാലും നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് കിടക്കാം. ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞതെന്നറിയും? അത് വയറിലൂടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി ഇന്നത്തെ ദിവസം അതൊക്കെ കഴിച്ച് അങ്ങ് ആഘോഷിക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ബാ. സംഭവം ഇത്രയും നേരം ഞാൻ വലിയ ഡയലോഗൊക്കെ അടിച്ചത് സ്നേഹിക്കുന്ന വയറ്റിൽ കൂടിയാണെന്നൊക്കെ ഡയലോഗൊക്കെ അടിച്ചിട്ടും എന്തുണ്ടാക്കണമെന്ന് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തില്ല കേട്ടോ. അപ്പൊ പ്ലാൻ ചെയ്തില്ലേനും ആ പറഞ്ഞ സമയത്ത് ഇപ്പം ഞാനൊരു ഈ പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ റെഡിയാക്കി ചോറൊക്കെ സെറ്റാക്കി വെക്കാം. ഈ കണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് പച്ചക്കറികളായിട്ട് എടുക്കുന്നത്. ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കോ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്യാബേജും ബ്രോക്കലിയും ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ അതൊന്നും എടുക്കുന്നില്ല. ഞാൻ ബേസിക്കായിട്ട് കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതൊക്കെ നല്ലപോലെ കഷ്ണങ്ങളാക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഈ കുക്കറിലൊക്കെയാണ് കേട്ടോ ഇവിടെ റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിസാഹസികമായിട്ട് അവിടെ ചോറ് വെക്കുന്നത്. ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുന്നത്. അപ്പം പിന്നെ ഇൻഡക്ഷനിൽ നമ്മളെ ആ ചെമ്പ് ചട്ടിയിലെ കലം, നമ്മളെ ചോറ് വെക്കുന്ന കലം അതുപോലെയല്ലോ. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഒരു കുക്കർ വെച്ചിട്ട് ഇതിൽ നിറയെ വെള്ളം വെച്ചിട്ട് ഇതിൽ റൈസൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് മറ്റേ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനൊക്കെ അതിസാഹസികമായിട്ട് ഞാൻ അവിടെ ചോറ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ചോറ് വെച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ കുക്കറിൽ നിറയെ വെള്ളമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൽ ആരും ഇടാത്ത സാധനങ്ങളൊക്കെ ഞാനിടും കേട്ടോ. നിങ്ങൾ ഇടണമെന്നില്ല, പക്ഷെ ഞാനിടും. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഉപ്പ് നമുക്ക് കുറച്ച് കയറി തന്നെ നിൽക്കണം. ഞാൻ ഈ വെള്ളം ഊറ്റിക്കളയാണ് കേട്ടോ ചെയ്യുക. വെള്ളം ഒഴിവാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം എടുത്തത്. എന്നിട്ട് വെള്ളം തിളച്ചിട്ട് അരി ഇടുക. അപ്പം ഞാൻ ഇങ്ങനെ വിസിലടിച്ച് നമുക്ക് അല്ലാണ്ട് ചോറ് വെക്കുന്ന രീതിയില്ലേ, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് വേണമെങ്കിലും വെക്കാം. പക്ഷെ ഞാനിങ്ങനെയാണ് ഫ്രൈഡ് റൈസിന് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. ആക്ച്വലി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത് കേട്ടോ. ഈ പച്ചക്കറി നുറുക്കി വെക്കലും ചോറുണ്ടാക്കി വെക്കലും മാത്രമാണ് ഇതിനൊരു ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടി. ബാക്കിയൊക്കെ ഷടപടേന്ന് കഴിയുവേ. ഞാനെപ്പോഴും കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിക്കൂ കേട്ടോ. ഫ്രൈഡ് റൈസിന് ഞാൻ കൂടുതലും ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ ബട്ടർ ഒന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഓയിൽ ഒഴിക്കുന്നതാണ്. എന്നിട്ട് അതിലേക്കാണ് വെളുത്തുള്ളി മുറിച്ചത് ഇട്ടിട്ട്, അപ്പം നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. ബട്ടറിൽ വെളുത്തുള്ളി ഇങ്ങനെ വാടി കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ. അങ്ങനെ അതൊന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളി ബട്ടറിൽ കിടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളുത്തുള്ളി കരിയാൻ പാടില്ല. വെളുത്തുള്ളി കരിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റേ മാറിപ്പോട്ടോ. എന്നിട്ടൊന്ന് ആ പച്ചമണം മാറിയെന്ന് തോന്നുമ്പോൾ ഈ കണ്ട പച്ചക്കറികൾ മൊത്തം ഞാൻ അതിൽ തട്ടുന്നുണ്ട്. വിത്തൗട്ട് ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്നാവും. അതുകൊണ്ട് നമ്മളെ ക്യാരറ്റും ഈ ബീൻസും ഒക്കെ കുറച്ചും കൂടി വേവ് കൂടുതലല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതൊക്കെ ഇട്ടത്. എന്നിട്ട് ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ക്യാപ്സിക്കം എപ്പോഴും ഇടലുള്ളൂ. ഞാൻ വേവിച്ച് എല്ലാവരും ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ നടന്നില്ല. ഞാനിങ്ങനെ ചെറിയ തീയിൽ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടണം എനിക്ക്. അതുകൊണ്ട് ഞാൻ മൂടിയൊക്കെ വെച്ച് വേവിക്കും. പിന്നെ ഈ മാഗി ക്യൂബ്, ചിക്കൻ സ്റ്റോക്ക് ക്യൂബില്ലേ, അതും ഇടും കേട്ടോ. ഞാൻ എല്ലാവരും ഇടുമെന്ന് എനിക്കറിയില്ല, ഞാനിടും. പിന്നെ ചിലരൊക്കെ MSG ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിന് പകരം ആണ് ഈ ചിക്കൻ സ്റ്റോക്ക്. അതിലും ഉണ്ടാവുമല്ലോ MSG ഒക്കെ. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് ഒന്ന് ക്യാരറ്റും ബീൻസും ഒക്കെ വാടിയതിന് ശേഷം ഞാൻ ക്യാപ്സിക്കവും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്കിതിലേക്കുള്ള ഉപ്പിടാനുള്ള സമയം. നമ്മളിതുവരെ പച്ചക്കറിയിൽ ഉപ്പ് ഇട്ടില്ല, ചോറിൽ ഉപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചേ പച്ചക്കറിയിൽ ഉപ്പിടാൻ പാടുള്ളൂ.
നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഈ സമയം കൊണ്ട് ചിക്കനും വറുത്ത് വെച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. എൻ്റെ ഫ്രൈഡ് റൈസ് യൂഷ്വലി കുറച്ച് കറുപ്പ് കളറിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നാട്ടിൽ കിട്ടുന്ന പോലെ വൈറ്റ് കളറിലുള്ള ഫ്രൈഡ് റൈസ് അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ഞാൻ ഇപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇനിയാണ് നമ്മളെ മടിയം പണി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാനിലൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. എനിക്ക് അതിനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ ഈ പച്ചക്കറി നൈസായിട്ട് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഒരു 4-5 മുട്ട ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ആ സൈഡിൽ വെച്ച് തന്നെ ഞാനിത് ചിക്കിപ്പെറുക്കി എടുക്കും. എന്നിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ചെന്നൈയിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസ് ഏകദേശം ചുവപ്പ് കളർ തന്നെയാണ് കേട്ടോ. ഏകദേശം സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഇവിടെ കിട്ടുന്നത്. അല്ലാണ്ട് നമ്മളെ നാട്ടിൽ കിട്ടുമ്പോൾ നല്ല വൈറ്റ് കളറിലുള്ള ഫ്രൈഡ് റൈസ് അല്ല ഇവിടെ യൂഷ്വലി കിട്ടുന്നത്. അപ്പം ഞാനും അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ മുട്ട ഇതാ ചിക്കി വന്നിട്ട് ഞാനത് ഈ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി പണികൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നാലേ അടിയിലുള്ള പച്ചക്കറികളൊക്കെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. പിന്നെ വേണ്ട പച്ചക്കറിയൊന്നും അത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത്രയും പച്ചക്കറിയൊന്നും ഇതിലേക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ബീൻസും എടുത്താൽ മതി. നമ്മളെ ഒരുപാട് അളവൊന്നും വേണ്ട. ഒരു ക്യാരറ്റോ അങ്ങനെയൊക്കെ എടുത്താൽ മതി. ഇതിപ്പം ഞാൻ കുറച്ച് ആർഭാടമാക്കിയെന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പം കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് അതിലേക്ക് ഉപയോഗിക്കാൻ നോക്കലുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് വെജിറ്റബിൾസ് നമ്മളെ ഉള്ളിൽ പോകുന്നത്. അങ്ങനെ കുറച്ച് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊക്കെ ഉണ്ടാക്കാം. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മളെ അവകാശമാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. അതാണ് എൻ്റെ ഒരു പോളിസി. നമ്മൾ വേറൊരാളുടെ റെസിപ്പി നോക്കി ഉണ്ടാക്കുന്ന അതേപോലെ കോപ്പി ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ഒരിഷ്ടമായിരിക്കില്ല. പലരും കുക്ക് ചെയ്യുന്നത് ഓരോ ഇഷ്ടത്തിനാണ്. ഇപ്പോൾ കുറച്ച് മുളക് പൊടി കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ അത് കുറച്ച് കൂടുതലിടും. നമുക്ക് അത്ര ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറയ്ക്കാം. അത്രേ ഉള്ളൂ ഈ കുക്കിങ്ങിൻ്റെയൊക്കെ കാര്യം. വലിയ കാര്യമായിട്ടൊന്നും ആരും ഇതെടുക്കണം. ഓക്കെ, പറഞ്ഞ് നമ്മൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടോ. ഇത് ഞാൻ എൻ്റെ സ്വന്തം ഗാർഡൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. എൻ്റെ ഗാർഡൻ, ആ ഗാർഡനിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത എൻ്റെ ഒനിയൻ, എന്താ പറയുന്നത് ഇതിന്, സ്പ്രിങ് ഒനിയൻസ് ആണ്. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ആകെ ഒരു കൈപ്പിടിയിൽ ഇത്തിരിയേ കിട്ടിയുള്ളൂ. അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ ഫിനിഷായി. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിലും ഞാൻ ബേസിക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഒരു മുട്ട, അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്ത്. കുറച്ച് സമയം വെച്ചതിന് ശേഷം കേട്ടോ ഞാനിതൊന്ന് പിടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. ഇത് വറക്കണം എന്നില്ലാത്തവർക്ക് വറക്കാണ്ടും വെക്കാം കേട്ടോ. ചിക്കൻ നമ്മൾ കറി വെക്കും പോലെയൊക്കെ വെക്കാം. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴാണ്. ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം ഇത് വറുത്തെടുത്താൽ നമുക്ക് ആ ഓയിലിലേക്ക് ഈ കട്ട പച്ചക്കറികൾ മൊത്തം നമ്മൾ മുറിച്ച് വെച്ചിട്ട് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പച്ചക്കറികളൊക്കെ മുറിച്ച് വെക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ഈ തക്കാളി ഇടൂലേ എന്നുള്ളത് ഭയങ്കര ഒരു പെട്ടെന്ന് ഓർമ്മയില്ലാണ്ടായിപ്പോയി. നിങ്ങളൊക്കെ തക്കാളി ഇടലുണ്ടോ ചില്ലി ചിക്കനിൽ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഞാൻ തക്കാളി ഒന്നും എടുത്ത് വെച്ചില്ല. ഞാൻ ആ ഉള്ളിയും ക്യാപ്സിക്കവും ഇഞ്ചി വെളുത്തുള്ളിയും മാത്രമാണ് ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അതേ ഓയിലിൽ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ വാടി ഇതും കരിയാണ്ട് നോക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും കരിഞ്ഞു പോയാൽ ടേസ്റ്റ് എല്ലാത്തിൻ്റെയും മാറും കേട്ടോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് കയ്യിലുള്ള ഉള്ളിയും ക്യാപ്സിക്കവും, ഇനി തക്കാളി നിങ്ങൾ ഇട്ടുവാണെങ്കിൽ ഇട്ടോ, നമുക്ക് എന്തിട്ടാലും എന്തായാലും ഉള്ളതൊക്കെ ഇട്ട് നമുക്കത് നല്ലപോലെ വാട്ടിയെടുക്കാം. ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഓവറായിട്ട് വെന്ത് പോകണ്ട കേട്ടോ. കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്,
കുറച്ച് ചില്ലി സോസ്. ഈ 3 സോസുമാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. എരിവിന് വേണ്ടവർക്ക് പച്ചമുളക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഞാൻ പിന്നെ ചില്ലി സോസും കുറച്ച് മുളക് പൊടിയും ഇടുന്നതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളക് ഒഴിവാക്കിയതാണ്. ഓവർ എരിവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച്, വളരെ കുറച്ചേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. കുറച്ച് കൂടിപ്പോയാൽ എൻ്റെ മുളക് പൊടിക്ക് ഭയങ്കര കളറാണ്. അപ്പോൾ കുറച്ച് കൂടിപ്പോയാൽ റെഡിഷ് കളർ വരുന്നതുകൊണ്ട് കണ്ടാൽ പേടിയാവുന്നൊരു കളർ വരും. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളെ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ച കോൺഫ്ലോർ സ്ലറി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ കാണാണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടോ. എനിക്ക് ആ കോൺഫ്ലോർ സ്ലറി മാത്രം പറ്റിയില്ല. കുറച്ചും കൂടി വെള്ളം വേണം തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ച് വെച്ച്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കുക. വേവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ആ ചിക്കൻ അതിൽ കിടന്ന് ഒന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ അതിൽ പിടിക്കും. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടമെത്തി. നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി ഗൈസ്. നല്ല സൂപ്പർ ചില്ലി ചിക്കൻ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സൂപ്പറാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എനിക്കറിയാം ഞാനല്ല ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടതെന്ന്, പക്ഷെ ക്യാമറ കാണുമ്പം ഇൻട്രോവേർട്ട് ആകുന്നൊരു സ്വഭാവം എൻ്റെ ഭർത്താവിനുള്ളതുകൊണ്ട് ഇത് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.